കൊടുവള്ളി നഗരസഭയിൽ വോട്ട് പ്രതിസന്ധി രൂക്ഷം. 3000-ഓളം അപേക്ഷകളാണ് പരിഹരിക്കാനുള്ളത്. 1400-ഓളം വോട്ടുകളിൽ പ്രശ്നപരിഹാരത്തിന് സാധ്യതയില്ല. സമയപരിധി മുഴുവൻ പരിഹരിക്കാൻ കഴിയില്ലെന്ന് സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിഷയമുണ്ട്. ലോഗിൻ നമുക്ക് ബൾക്ക് ട്രാൻസാക്ഷൻ നടത്താൻ സാധ്യതയില്ല. കാരണം ബൾക്ക് ട്രാൻസാക്ഷൻ നടത്താനുള്ള സൈറ്റ് ഓപ്പണിംഗ് അല്ല. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പ്രയാസം. കാരണം നിലവിലുള്ള വാർഡിൽ തന്നെ വോട്ട് ഇല്ലാത്തൊരവസ്ഥ ആർക്കും വരില്ല. അതിലുള്ള വോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അവരുദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ സമയമുള്ളൂ, ചില സമയത്തുള്ളൂ. എനിക്ക് അത്രയും ഞാനൊരു 3-4 ദിവസത്തേക്കുള്ളൂ ഇവിടെ ചുമതലയേറ്റിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. സമയം കിട്ടിയില്ല. കാരണം ഇവിടെ മറ്റുള്ള നഗരസഭയിലല്ല, ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്, ഈ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കുറച്ചുകൂടി സമയം വേണ്ടതായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. AK അഭിലാഷ്, ഈ വ്യാപക വോട്ടർ പട്ടിക ക്രമക്കേട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കളക്ടർ ഇടപെട്ട് ഈ മുൻ സെക്രട്ടറിയെ VS മനോജിനെ മാറ്റിയിരുന്നത്. തുടർന്നാണ് VP ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ചുമതലയേറ്റതും. അദ്ദേഹം പറഞ്ഞത് ഈ സമയം കുറവാണ്, വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ അദ്ദേഹവും ചാർജ് എടുത്തിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഇത് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ശ്രുതി, കൊടുവള്ളിയിൽ നിലനിൽക്കുന്ന വോട്ടുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. കാരണം അവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ട്. കാരണം അവിടെ ഫീൽഡ് സ്റ്റാഫ് അടക്കം പോയി പരിശോധിച്ചെങ്കിൽ പോലും, അവിടെ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയെങ്കിൽ പോലും അത് പരിഹരിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ 3000-ഓളം അപേക്ഷകളാണ് പരിഹരിക്കേണ്ടത്. അതിൽ 1400-ഓളം വോട്ടുകൾ എന്ന് പറയുന്നത് ഫോം 5 പ്രകാരമുള്ളതാണ്. അത് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വിശദീകരണമൊക്കെ കേട്ടുകൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമെന്ന് പറയുമ്പോൾ ഈ 1400 വോട്ടുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതായത് ഇവരുടെ വോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ആദ്യത്തെ സ്ഥലത്തുള്ള വോട്ട് അവിടെ സസ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയായത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും UDF വലിയ തരത്തിലുള്ള ആരോപണങ്ങളായി ഉന്നയിച്ച ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ സെക്രട്ടറിയുടെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീടാണ് കലക്ടറേയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാര്യമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.